അത്തരത്തിലുള്ള ഒരു പരാതി കിട്ടിയാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഞാൻ കൈകാര്യം ചെയ്തു എന്നാ പറഞ്ഞേ. എന്നാൽ ശ്രീ രാഹുൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്താ പറഞ്ഞേ? എന്നോട് ഈ പരാതിയെ പറ്റി ശ്രീ വി ഡി സതീശൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് പറഞ്ഞത്. ഈ നാട്ടിൽ ജനിച്ചു വീഴേണ്ട ഒരു കുട്ടി, ആ കുട്ടിയെ ഗർഭസ്ഥ ശിശുവിനെ നിർബന്ധിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആർക്കതിനെ പൊറുക്കാൻ കഴിയും? ഇപ്പൊ സെക്ഷൻ 89 എന്താ പറയുന്നത്? ഡീൽസ് വിത്ത് ദ കോസിംഗ് മിസ്കാരിയേജ് വിത്തൗട്ട് ദ വുമൻസ് കൺസെന്റ്. ഇറ്റ് പ്രിസ്ക്രൈബ് പണിഷ്മെന്റ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ അപ് ടു 10 years ആൻഡ് ഫൈൻ. ജീവപര്യന്തം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് മാറ്റിയല്ലോ, അതുകൊണ്ട് ഞങ്ങളൊക്കെ ക്ലിയർ, ബാക്കി എല്ലാവരും പോക്ക് എന്ന രൂപത്തിൽ പറയാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത്? മുൻകാലങ്ങളിൽ പരാതി ഉണ്ടായിട്ടും പലരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക്, പിന്നെ പാലക്കാട്ടിലെ MLA പദവിയിലേക്കൊക്കെ ഉയർത്തിയത്? ഇങ്ങനെ ഒരു സാധാരണ നിലയിൽ കിട്ടാത്തത്രയും വലിയ തരത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് കിട്ടിയെന്ന ചോദ്യം നമുക്ക് ചോദിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ആ ചോദ്യം അവിടെ ചോദിക്കപ്പെടുകയും ആ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കപ്പെടുകയും വേണം. പക്ഷേ ഇന്നലെ മുതൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് മുതലെങ്കിലും ഈ കാര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന മട്ടിൽ ആ പാർട്ടി ഇടപെടുന്നുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആദ്യത്തെ സ്റ്റെപ്പാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി, ബാക്കി ഞങ്ങൾ വേറിട്ട പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ അത് നമുക്ക് കീഴ്വഴക്കങ്ങൾ ഇല്ലാത്ത കാര്യമാണ്, MLA രാജിവെക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഏറ്റവും കുറഞ്ഞത് ഈ കഴിഞ്ഞ 4 ദിവസം മുൻപ് മുതലെങ്കിലും ശരിയായ നിലപാടെടുത്തു എന്ന നിലയിൽ വിലയിരുത്താൻ ഇടയാക്കില്ലേ? അങ്ങനെ നമ്മൾ പറയേണ്ടി വരില്ലേ? അഭിലാഷ്, ഇതെല്ലാം വെറുതെ പൊള്ളയായ വാഗ്ദാനങ്ങളും പ്രചരണവുമാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്തൊക്കെയാ പറഞ്ഞത്? അവിടെ അങ്ങനെയല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നതാണ് പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ, അദ്ദേഹം, ഞാൻ പേര് സാധാരണ ഉപയോഗിച്ചില്ല, അപ്പൊ അങ്ങ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവിലെ പ്രധാനപ്പെട്ട പൊസിഷൻ അലങ്കരിക്കുന്നയാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ. ഇപ്പോൾ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉള്ള അംഗം തന്നെയാണ്. അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന പദവി ഒഴിച്ച് യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹം അലങ്കരിക്കുന്ന അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാരവാഹിത്വം, കോൺഗ്രസിന്റെ ഭാരവാഹിത്വം ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ഒരു നടപടി എടുത്തിട്ടില്ല. അതിശക്തമായിട്ടുള്ള ആരോപണം വന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാത്രമുള്ള രാജിയ, അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നുള്ള രാജിയല്ല. കോൺഗ്രസ് ഒരു നടപടി അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല. കോൺഗ്രസിൽ അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന സ്ഥാനം അങ്ങനെ തന്നെയുണ്ട്. MLA ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, അത് അങ്ങനെ തന്നെയുണ്ട്. മറ്റു തരത്തിൽ അദ്ദേഹം വഹിക്കുന്ന ഒരു സ്ഥാനത്തൊന്നും മാറിയിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങൾ നിരവധി വന്നപ്പോൾ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൃത്യമായിട്ട് വന്നിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം എന്താ ഇവിടെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടി എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ പിതാവിനെ പോലെ കാണുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പോയി പറഞ്ഞു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട പെൺകുട്ടിയാണ്. സ്വന്തം പിറന്നാളിന് വന്ന് കേക്ക് മുറിക്കാൻ മാതാപിതാക്കളല്ല, അവർ മാറി നിൽക്കുമ്പോൾ ഈ ശ്രീ VD സതീശനെ കൊണ്ട് കേക്ക് മുറിച്ച് പരസ്പരം കേക്ക് കൈമാറിയതാണ്. ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നടന്നതാണ്. കോൺഗ്രസിന്റെ സഹയാത്രികയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് എല്ലാ അവകാശമുണ്ട്. ആ സ്വന്തം പിതാവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, പിതാവിനോട് പറയുന്നത് പോലെ പറഞ്ഞു. ശ്രീ VD സതീശൻ എന്താ പറഞ്ഞേ മറുപടിയായിട്ട്? ഒരു പിതാവിന് അത്തരത്തിലുള്ള ഒരു പരാതി കിട്ടിയാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഞാൻ കൈകാര്യം ചെയ്തു എന്നാ പറഞ്ഞേ. എന്നാൽ ശ്രീ രാഹുൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്താ പറഞ്ഞേ? എന്നോട് ഈ പരാതിയെ പറ്റി ശ്രീ VD സതീശൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് പറഞ്ഞത്. അപ്പോ ഇതിൽ വേട്ടക്കാരനെ ആരാണ് സംരക്ഷിക്കുന്നത്? ഇത്രയും പരാതി കൊടുത്തിട്ടും അതിനുശേഷമാണ് എല്ലാ സംഘടനാപരമായിട്ടുള്ള പൊസിഷനും അതുപോലെ ജനപ്രതിനിധിയായിട്ട് വരെ ഉയർത്താൻ കോൺഗ്രസ് തീരുമാനമെടുത്തത് എന്ന് അതിലെ ആ വിക്ടിം തന്നെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ അത്തരത്തിൽ എല്ലാം പോളിഷായി കൂടുതൽ പദവി കൊടുത്ത് ഇത്തരം പരിപാടി നല്ല പ്രോത്സാഹനം നടത്തിയിട്ട് പറയുക ഞങ്ങൾ നടപടി എടുത്തില്ലെന്ന്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് നോട്ട് ചെയ്യുക, ഇവിടെ ഏതെങ്കിലും ആരോപണം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഘട്ടത്തിലെല്ലാം കൃത്യമായ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്താക്കി നിന്ന് അന്വേഷണത്തെ നേരിട്ടു, കോടതി നടപടികളെ നേരിട്ടു. അവസാനം കൃത്യമായി ഒരു പരാതിയും നിലനിൽക്കില്ല എന്ന സാഹചര്യത്തിലാണ് തിരിച്ചു വന്നേ. രാഷ്ട്രീയ വിദ്യ, താങ്കൾ ഒരു അഭിഭാഷകനല്ലേ? ഇവിടെ അങ്കമാലിയിൽ MLAയും മന്ത്രിയുമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി കേസസിൽ റിപ്പോർട്ട് ചെയ്ത കേസുണ്ട്. അറിയാം, ഭവദാസൻ എന്ന് പറഞ്ഞ ജഡ്ജിയുടെ ആളാണ് വിധി. ഇത്തരത്തിൽ ഒരാരോപണമേ നിലനിൽക്കില്ലെന്ന് പറഞ്ഞ എല്ലാ രാഷ്ട്രീയ നിയമ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള പാഠമായി ഇത്തരം വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൊണ്ട് ചില ആരോപണങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഒന്നും ന്യായീകരിക്കുകയല്ല. അപ്പൊ ആ വസ്തുതകളൊക്കെ നോക്കി അതാത് സാഹചര്യത്തിൽ ഉണ്ടായ ഒരു പരാതി പോലെയാണോ ഈ പരാതി?
ഒരു ജനപ്രതിനിധിക്കെതിരെ 3 ദിവസം കൊണ്ട് 6 പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം നമുക്ക് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഈ നാട്ടിൽ ജനിച്ചു വീഴേണ്ട ഒരു കുട്ടി, ആ കുട്ടിയെ ഗർഭസ്ഥ ശിശുവിനെ നിർബന്ധിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആർക്കതിനെ പൊറുക്കാൻ കഴിയും? ഇപ്പൊ സെക്ഷൻ 89 എന്താ പറയുന്നത്? ഡീൽസ് വിത്ത് ദ കോസിംഗ് മിസ്കാരിയേജ് വിത്തൗട്ട് ദ വുമൻസ് കൺസെന്റ്. ഇറ്റ് പ്രിസ്ക്രൈബ് പണിഷ്മെന്റ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ അപ് ടു 10 years ആൻഡ് ഫൈൻ. ജീവപര്യന്തം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് നിന്ന് മാറ്റിയല്ലോ, അതുകൊണ്ട് ഞങ്ങളൊക്കെ ക്ലിയർ, ബാക്കി എല്ലാവരും പോക്ക് എന്ന രൂപത്തിൽ പറയാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത്? ഇന്നലെ നിങ്ങളുടെ MP പാലക്കാട് MP എന്താ പറഞ്ഞേ? അല്പവസ്ത്രധാരിയായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടിയെന്ന്. ഒരു പെൺകുട്ടി എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? വിക്ടിമിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, വെല്ലുവിളിക്കുക, ഒരാളും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായി പോകാതിരിക്കുക. ഇത് നമുക്കറിയാം, പ്രത്യക്ഷമായിട്ടും അല്ലാതെയും നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക. എന്തൊക്കെ വാചകങ്ങളാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഫോട്ടോസാ പോസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വിക്ടിമിനെ അപമാനിക്കുന്ന ഒരു സാഹചര്യം മറ്റാരെങ്കിലുമാണ് ചെയ്തെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമായിരുന്നു? നിങ്ങൾക്കറിയാം, ഒന്ന് ഇപ്പൊ പറഞ്ഞ 89 സെക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ സെക്ഷൻ 7 വർഷം ശിക്ഷ കിട്ടുന്ന 351 കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിംഗ്, സ്ത്രീകളെ നേരിട്ടോ ഇലക്ട്രോണിക് മീഡിയയിലൂടെ ശല്യപ്പെടുത്തുന്നു. ഇപ്പൊ പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും എന്താ പോസ്റ്റ് ചെയ്യുന്ന? പ്രവർത്തകർ, സാധാ പ്രവർത്തകർ, ഞങ്ങൾ ഈ സംസ്ഥാന പ്രസിഡന്റിനെ എത്ര ദിവസം വിളിച്ചാലും കിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച ഫോൺ എടുക്കാത്തതെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം വേറെ എൻഗേജഡാ, പല പല കോളുകളിൽ പല വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഒരേ ടൈമിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കോളുകൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പല നേതാക്കന്മാർ വരെ പോസ്റ്റ് ഇടുന്ന സാഹചര്യമാണ്. മിസ്റ്റർ അഭിലാഷ്, എന്റെ മുന്നിൽ ഒരുപാട് തെളിവുണ്ട്. പക്ഷെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അധികം കടക്കുന്നില്ല. കാരണം ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വളരെ വിസിബിൾ ആയിട്ട് ഇപ്പോഴുണ്ട്. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ, നൂറുകണക്കിന് ആളുകൾ എത്തുന്ന MLA ഓഫീസിനെയൊക്കെ ലീഡ് ചെയ്യുന്ന, ഭാവിയിൽ കൂടുതൽ കൂടുതൽ പൊസിഷൻ അലങ്കരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തമാക്കിയില്ല, ഇവിടെ സൂചിപ്പിച്ചല്ലോ. എന്താ പറഞ്ഞ്? കേരളത്തിന് പുറത്തേക്ക് പോകണം, എന്താവശ്യത്തിന് പോകണം? ഇതൊക്കെ നമ്മൾ 2-3 ദിവസമായിട്ട് കേൾക്കുന്നതല്ലേ. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന് ചർച്ച കേൾക്കുന്നു എന്നുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അത്തരത്തിൽ പറഞ്ഞ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ ഇത് വെളിപ്പെടുത്തുമ്പോ വാട്സപ്പ് കോൾ വരിക, മിണ്ടരുതെന്ന് പറയുകയാണ്. അപ്പൊ അത്തരത്തിൽ പരസ്യമായി ഭീഷണിപ്പെടുത്താൻ ശേഷിയുള്ളയാൾ എത്രയോ വിക്ടിമിനെ അടിച്ചിരുത്തിയിട്ടുണ്ട്. ഏതായാലും ആ യുവനടി ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളാണ്. ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു.